റീസെൻ്റ്ലി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് ഈ ഒരു പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിൻ്റെ മേലെയുള്ള റോൾ എന്താണെന്ന് സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ സുപ്രീം കോടതിയുടെ ഓർഡർ വന്നപ്പോൾ വളരെ വ്യക്തമായിട്ട് ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് അതിന് മേലെ കൃത്യമായിട്ടുള്ള റോൾ ഉണ്ടെന്നും പറയുകയുണ്ടായി. അപ്പോൾ എന്താണ് ഈ ഒരു പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് അല്ലെങ്കിൽ PMLA എന്ന് വിളിക്കുന്നത്? എന്താണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ റോള്? ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്താണ് ഈ ഒരു PMLA അല്ലെങ്കിൽ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് 2002, ഇതിന് 2012 ഒരു അമെൻമെൻറ്റ് കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഈ ഒരു PMLA എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് ഒരു ലീഗൽ ഫ്രെയിംവർക്ക് ആണ്, അതായത് ഒരു നിയമപരമായിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഈ ഒരു മണി ലോണ്ടറിങ്ങിനെതിരെ കോമ്പാറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളത്. അതായത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഈ ഒരു മണി ലോണ്ടറിങ് എന്ന് പറയുന്ന പ്രോസസ്സ്, എന്താണ് ഈ ഒരു പ്രോസസ്സ് എന്ന് നമ്മൾ പഠിക്കും. ഈ ഒരു മണി ലോണ്ടറിങ് എന്ന് പറയുന്ന പ്രോസസ്സ് ഒരു വലിയ ത്രെട്ടാണ്, ഒരു ഗ്ലോബൽ ത്രെട്ടാണെന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ലോകരാജ്യങ്ങൾക്കിടയിൽ തന്നെ വലിയ ഭീഷണിയായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഈ ഒരു ത്രെട്ടിനെ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമമാണ് PMLA അല്ലെങ്കിൽ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് എന്നാണ്. അപ്പോൾ ഈ ഒരു ആക്ട് എല്ലാ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും അപ്ലിക്കബിൾ ആണെന്ന് ഓർത്ത് വെക്കുക. അതായത് പണം കൈകാര്യം ചെയ്യുന്ന എല്ലാ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇത് അപ്ലിക്കബിൾ ആണ്. ബാങ്കുകൾ, ഇൻക്ലൂഡിങ് RBI, മ്യൂച്വൽ ഫണ്ടുകൾ, ഇൻഷുറൻസ് കമ്പനികൾ, അതുപോലെ തന്നെ മറ്റ് ഫൈനാൻഷ്യൽ ഇൻ്റർമീഡിയേറ്ററീസ്, ഇത്തരത്തിൽ പണം കൈകാര്യം ചെയ്യുന്ന വിവിധ തരത്തിലുള്ള എല്ലാ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഇത് അപ്ലിക്കബിൾ ആണെന്ന് കൂടി ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ ഒരു മണി ലോണ്ടറിങ്, എന്താണ് ഇതിനു വേണ്ടിയിട്ട് ഒരു പ്രത്യേക നിയമം, എന്തുകൊണ്ടാണ് ഇത് വലിയ പ്രശ്നം എന്നൊക്കെ നമുക്ക് കരുതാം. അതായത് മണി ലോണ്ടറിങ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ ഒരു ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി പ്രകാരം ഒരാൾ ഒരു മണി ഏൺ ചെയ്യാണ്. ചെറിയ എമൗണ്ട് ഒന്നല്ല, ലാർജ് എമൗണ്ടിൽ മണി ഏൺ ചെയ്യുകയാണ്. സ്വാഭാവികമായിട്ടും ഇല്ലീഗൽ ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ് മണി ഏൺ ചെയ്യുന്നത്. ഇതൊന്ന് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ കാണിക്കാൻ വേണ്ടി പറ്റുമോ? പറ്റില്ല. ഇത് സ്വാഭാവികമായിട്ടും ബ്ലാക്ക് മണി തന്നെ ആയിരിക്കും. ഓക്കെ, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനോട് പറയാൻ പറ്റില്ല ഞാൻ ഇന്ന പരിപാടി ചെയ്തിട്ടാണ് എനിക്ക് ഈ പണം കിട്ടിയെന്ന്. അപ്പോൾ ലാർജ് എമൗണ്ട് മണി ഏൺ ചെയ്യുകയാണ് ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റി പ്രകാരം. എന്താണ് ഈ ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയിൽ നമ്മൾ നോക്കും. അപ്പോൾ ഒരു ക്രിമിനൽ ആക്ടിവിറ്റി പ്രകാരം അദ്ദേഹം ഒരുപാട് പണം ഉണ്ടാക്കി. അപ്പോൾ ഈ ഒരു പണത്തിനെ അദ്ദേഹത്തിന് എക്കണോമിയിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെന്താക്കി മാറ്റണം? വൈറ്റ് മണിയാക്കി മാറ്റണം, അല്ലെങ്കിൽ അതിനൊരു ഫോർമൽ മണിയാക്കി മാറ്റണമല്ലോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ലാർജ് എമൗണ്ട് ഓഫ് മണിയെ ഇത്തരത്തിൽ ഈ ഒരു ഇല്ലീഗലായിട്ട് ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ലാർജ് എമൗണ്ട് ഓഫ് മണിയെ ഏൺ ചെയ്ത മണിയെ വൈറ്റ് മണിയാക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ മണി ലോണ്ടറിങ് എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ക്രിമിനൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മയക്കുമരുന്ന് കടത്തലോ അല്ലെങ്കിൽ ഡ്രഗ് ട്രാഫിക്കിങ്ങോ അല്ലെങ്കിൽ ടെററിസ്റ്റ് ഫണ്ടിങ്ങോ ഒക്കെ ആവാം. ടെററിസ്റ്റുകൾക്ക് പൈസ കൊടുക്കുന്നതോ ടെററിസ്റ്റുകൾക്ക് ആയുധം കൊടുത്തിട്ട് ഉണ്ടാക്കിയതൊക്കെ ആവാം. അപ്പോൾ ഇത്തരത്തിൽ ഉണ്ടാക്കുന്ന ഈ ഒരു പൈസയെ നമുക്കതിനെ വൈറ്റ് മണിയാക്കിയിട്ട് ആ പൈസ വന്നത് ഒരു ലെജിറ്റിമേറ്റ് സോഴ്സിൽ നിന്നാണ് എന്നുള്ള കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സിനെയാണ് മണി ലോണ്ടറിങ് എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ മണി ലോണ്ടറിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ക്രിമിനൽ ആക്ടിവിറ്റി പ്രകാരം അല്ലെങ്കിൽ ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റി പ്രകാരം ലാർജ് എമൗണ്ട് ഓഫ് മണി ഏൺ ചെയ്യുകയാണ്. ഈ മണിയെ ഒരു ലെജിറ്റിമേറ്റ് സോഴ്സിൽ നിന്ന് വന്ന പൈസയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ശ്രമിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രോസസ്സിൽ ഇൻവോൾവ് ആണ്. ആ പ്രോസസ്സിനെയാണ് മണി ലോണ്ടറിങ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിൽ ക്രിമിനൽ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ എന്തൊക്കെയാവാം? ഒന്നുകിൽ ആയുധങ്ങളുടെ വിൽപ്പന, ഇല്ലീഗലായിട്ട് ആയുധങ്ങൾ ടെററിസ്റ്റുകൾക്കോ മറ്റു ഓർഗനൈസേഷൻസിനോ വിൽക്കുന്നതാവാം, അല്ലെങ്കിൽ കള്ളക്കടത്താവാം, സ്മഗ്ലിംഗ് ആവാം, അല്ലെങ്കിൽ ഡ്രഗ് ട്രാഫിക് ആവാം, മയക്കുമരുന്ന് കടത്തലാവാം, അല്ലെങ്കിൽ പ്രോസ്റ്റിറ്റ്യൂഷൻ ആവാം, അല്ലെങ്കിൽ ഇൻസൈഡർ ട്രേഡിംഗ് ആവാം, അല്ലെങ്കിൽ അഴിമതി ആവാം, ബ്രൈബറി ആവാം, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഫ്രോഡ് സ്കീമുകളാവാം. അപ്പോൾ ഇത്തരത്തിൽ വിവിധ ക്രിമിനൽ ആക്ടിവിറ്റികളിലൂടെ, ഇല്ലീഗൽ ആക്ടിവിറ്റികളിലൂടെ ഒരുപാട് പൈസ ഉണ്ടാക്കുകയും ആ പൈസയെ ഒരു ലീഗൽ ലെജിറ്റിമേറ്റ് സോഴ്സിൽ നിന്ന് വന്ന പൈസയാണെന്ന് കാണിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് മണി ലോണ്ടറിങ് എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു ഇല്ലീഗൽ ആയിട്ടുള്ള വഴിയിലൂടെ ഉണ്ടാക്കിയ പൈസ ആയതുകൊണ്ട് തന്നെ അതിനെ ഡേർട്ടി മണി എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡേർട്ടി മണിയെ മണി ലോണ്ടറിങ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ എന്താക്കി മാറ്റും? അതിനെ ഒരു ലെജിറ്റിമേറ്റ് മണി അല്ലെങ്കിൽ ഒരു വൈറ്റ് മണിയാക്കി മാറ്റുന്ന ഒരു പ്രോസസ്സാണെന്ന്. അതായത് നമ്മൾ സാധാരണ നല്ലൊരു പൈസയാണെന്ന് തോന്നുന്ന രീതിയിൽ മാറ്റുവാനാണ്. അപ്പോൾ ഈ ഒരു മണി ലോണ്ടറിങ്ങിനെ ഒരു 3 സ്റ്റേജസിലുള്ള ഒരു പ്രോസസ്സ് ഉണ്ടെന്ന് പറയാം. 3 സ്റ്റേജസ് പ്രോസസ്സാണ് മണി ലോണ്ടറിങ്ങിന് വേണ്ടി ആൾക്കാർ ഫോളോ ചെയ്യുക. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് എൻ്റെ കയ്യിൽ ഒരുപാട് പൈസയുണ്ട്. അപ്പോൾ ഈ ഒരു പൈസയെ ഞാൻ ആദ്യം എന്ത് ചെയ്യും? നമ്മുടെ ഫോർമൽ ആയിട്ടുള്ള
എക്കണോമിക് സിസ്റ്റത്തിലേക്ക് ഇഞ്ചെക്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നതാണ്. അപ്പോൾ അതിനെയാണ് പ്ലേസ്മെന്റ് എന്ന് വിളിക്കുക. അതായത് എൻ്റെ കയ്യിലുള്ള പൈസയെ, ക്രൈം മണിയെ ഞാൻ എന്ത് ചെയ്യും, ഫോർമൽ ഫൈനാൻഷ്യൽ സിസ്റ്റത്തിലേക്ക് ഇഞ്ചെക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. അതായത് ഫോർമൽ ഫൈനാൻഷ്യൽ സിസ്റ്റത്തിലേക്ക് ആദ്യം എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് മെല്ലെ മെല്ലെ ചില ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ചെറിയ ചെറിയ പൈസയൊക്കെ ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ ചെറിയ ചെറിയ പൈസയൊക്കെ ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ വലിയ ഇഷ്യൂസ് ഒന്നും വരില്ല അല്ല. ബാങ്കിൽ കുറച്ച് പൈസ ഡെപ്പോസിറ്റ് ചെയ്തു, ഇൻഷുറൻസിൻ്റെ പോളിസി എടുക്കാൻ കുറച്ച് പൈസ ഡെപ്പോസിറ്റ് ചെയ്തു, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ഡെപ്പോസിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിനെയാണ് പ്ലേസ്മെന്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പ്ലേസ്മെന്റ് ചെയ്തതിന് ശേഷം അതിനെ ലെയറിങ് ചെയ്യുമെന്ന് പറയും. ലെയറിങ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെച്ച പൈസ ഇപ്പം ഞാൻ വെച്ചു, അപ്പോൾ ആ പൈസ അവിടെ വെച്ചു, അപ്പോൾ ആ പൈസ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഗവൺമെൻറ് വന്ന് ചോദിക്കുക നിങ്ങൾക്ക് ഇടുന്ന ആ പൈസ കിട്ടിയത്. അപ്പോൾ ആ ഒരു ചോദ്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ വെച്ച പൈസയെ, ഫോർമൽ ഫൈനാൻഷ്യൽ സിസ്റ്റത്തിലേക്ക് ഇട്ട പൈസയെ ഒരുപാട് റൗണ്ടിങ് ചെയ്യുകയാണ്, പല പല ട്രാൻസാക്ഷൻസ് ചെയ്യുകയാണ്. അതായത് ബാങ്കിൽ ഇട്ട പൈസേനെ കൊണ്ട് എന്തെങ്കിലും ഒരു ഷെയർ വാങ്ങി, ഓക്കെ, എന്നിട്ട് ആ ഷെയറിനെ വിറ്റു, എന്നിട്ട് ആ പൈസനെ കൊണ്ട് വേറൊരു പ്രോസസ്സ് ചെയ്തു, വേറൊരു എക്കണോമിക് ആക്ടിവിറ്റി ചെയ്തു, എന്നിട്ട് അതിൽ നിന്നും വേറൊരു എക്കണോമിക് ആക്ടിവിറ്റി ചെയ്തു. അപ്പോൾ ഇങ്ങനെ ആ പൈസയെ പല എക്കണോമിക് ട്രാൻസാക്ഷൻസിലേക്ക് എന്ത് ചെയ്യുകയാണ്, ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇതിനെയാണ് ലെയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ലെയറിംഗ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താ, അതായത് ഇങ്ങനെ ഒരുപാട് എക്കണോമിക് ട്രാൻസാക്ഷൻസ് ചെയ്യുമ്പോൾ അവസാനം നമുക്ക് ബാക്കിലോട്ട് ട്രേസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല എവിടെ നിന്നാണ് ആക്ച്വലി ഈ പൈസ തുടങ്ങിയത് എന്നുള്ളത്. അപ്പോൾ ഇതിനെയാണ് ലെയറിംഗ് എന്ന് പറയുക. അപ്പോൾ ആദ്യം ചെയ്തു പ്ലേസ്മെന്റ് ചെയ്തു, അതിനുശേഷം വെച്ച പൈസയെ ഒരുപാട് എക്കണോമിക് ട്രാൻസാക്ഷൻസിന് വിധേയമാക്കി, അതിനെയാണ് ലെയറിംഗ് എന്ന് വിളിക്കുക. ലെയറിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല ഈ പൈസ ആക്ച്വലി എപ്പോഴാണ് വന്നത്, എപ്പോഴാണ് ഇത് തുടങ്ങിയത് എന്നുള്ളത്. അതിനുശേഷം ഈ പൈസയെ വീണ്ടും എന്താണ്, ഫൈനാൻഷ്യൽ സിസ്റ്റത്തിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു സമയത്ത് ഫൈനാൻഷ്യൽ സിസ്റ്റത്തിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നും ലാസ്റ്റ് അത് ഷെയർ വിറ്റപ്പം വന്ന പൈസയാണ്, ഓക്കെ, ആ ഷെയർ വന്നപ്പോൾ ഷെയർ വിറ്റപ്പോൾ കിട്ടിയ പൈസയാണ് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കതിനൊരു ലെജിറ്റിമേറ്റ് മണിയായിട്ട് തോന്നും. അപ്പോൾ ഇത്തരത്തിൽ എങ്ങനെയോ കിട്ടിയ ആ ക്രൈം മണിയെ ആദ്യം ഇഞ്ചെക്ട് ചെയ്തു, അതിനെ ലെയർ ചെയ്തു, അതിനുശേഷം അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുക, അതൊരു ക്ലീൻ മണിയായിട്ട് തോന്നുന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെയാണ് മണി ലോണ്ടറിംഗ് എന്ന് പറയുന്നത്. അതായത് ആദ്യം അയാൾ ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആയിട്ട് ഇല്ലീഗൽ ആയിട്ടുള്ള മണി ഏൺ ചെയ്തിട്ടുണ്ട്. ഈ ഇല്ലീഗൽ ആയിട്ടുള്ള മണി അത് ബ്രൈബറി ആവാം, കൈക്കൂലി ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രഗ് ട്രാഫിക്കിംഗ് ആവാം, അങ്ങനെ ഏത് ക്രിമിനൽ ആക്ടിവിറ്റി ആവാം. അതിനുശേഷം ഏൺ ചെയ്ത മണിയെ നമ്മുടെ ഫോർമൽ സിസ്റ്റത്തിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുകയും അതിനുശേഷം അതിനൊരു ലെജിറ്റിമേറ്റ് മണിയാക്കി കാണിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നതിനെയാണ് മണി ലോണ്ടറിംഗ് എന്ന് വിളിക്കുന്നതെന്ന് ഓർത്ത് വെക്കേണ്ടതായിട്ട്. അപ്പോൾ ഈ ഒരു മണി ലോണ്ടറിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിനെ, ഈ മണി ലോണ്ടറിംഗ് എന്ന് പറയുന്ന സംഭവത്തെ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമമാണ് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട്. അപ്പോൾ ആക്ച്വലി നമ്മൾ GS3 എന്ന് പറയുന്ന പേപ്പറിൽ നമ്മുടെ സിലബസിൽ തന്നെ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്കുണ്ട്. അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ആക്ടിനെ സംബന്ധിച്ചും അതിൻ്റെ പ്രൊവിഷൻസിനെ സംബന്ധിച്ചും ഇത് എക്കണോമിയെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളതും ഒക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. കാരണം നമ്മൾ ഈ ഒരു ക്രിമിനൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ ഒരു രാജ്യത്തിന്റെ സുരക്ഷയെ സംബന്ധിച്ചുള്ള, ഒരു രാജ്യത്തിന്റെ എക്കണോമിയെ സംബന്ധിച്ച് ബാധിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത് ഇന്ത്യൻ എക്കണോമിയെ അല്ലെങ്കിൽ ഏത് രാജ്യത്തിന്റെ എക്കണോമിയെ ആയാലും കാര്യമായിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങൾ തന്നെയാണെന്ന് പറയാൻ വേണ്ടി പറ്റുന്നതാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ പ്രോസസ്സ് ഇങ്ങനെയാണ്. ഒരു ഇല്ലിസിറ്റ് ആയിട്ടുള്ള മണി, ഒരു ക്രിമിനൽ ആക്ടിവിറ്റി വഴി മണി കിട്ടി, ആ മണിയെ എന്ത് ചെയ്തു, അടുത്തത് അത് എക്കണോമിയിലേക്ക് പ്ലേസ്മെന്റ് ചെയ്തു, അപ്പോൾ ബൾക്ക് ക്യാഷ് ആയിട്ട് ഡിസ്പോസ് ചെയ്തു. അതിനുശേഷം അതിനെ ലെയറിംഗ് ചെയ്യാണ്, മൾട്ടിപ്ലൈ ചെയ്യാണ്, പലതരം ട്രാൻസ്ഫേഴ്സ് നടത്തുകയാണ്, മൊത്തത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണ്. അതിനുശേഷം എന്ത് ചെയ്യാണ്, അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ്, ഇതിനെ ലെജിറ്റിമേറ്റ് പർച്ചേസിങ് പോലെ ആക്കി മാറ്റുകയാണെന്നാണ്. അപ്പോൾ ഇത്തരത്തിൽ എന്താണ്, ഇല്ലിസിറ്റ് മണിയെ, ഡേർട്ടി മണിയെ ഒരു ലെജിറ്റിമേറ്റ് മണിയാക്കി മാറ്റുകയാണ് PMLA മണി ലോണ്ടറിംഗിൽ ചെയ്യുന്നത്. അതിനെ അഡ്രസ്സ് ചെയ്യുന്നത്, ഇതിനെ പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, ഇത്തരം പ്രോസസ്സുകളെ കണ്ടെത്തുന്നതിനും അതിനെ ശിക്ഷിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള നിയമമാണ് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് എന്നുകൂടി ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വാർത്തകൾ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അല്ലെങ്കിൽ ED എന്ന് ഓർത്ത് വെക്കാം. അപ്പോൾ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു ബോഡിയാണ് ED എന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇതൊരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, സാമ്പത്തികമായിട്ടുള്ള കുറ്റകൃത്യങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഏജൻസിയാണ്. അത് മിനിസ്ട്രി ഓഫ് ഫൈനാൻസിന് കീഴിലുള്ള, ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂവിന് കീഴിലുള്ള ഒരു ബോഡിയാണെന്ന് ഓർത്ത് വെക്കേണ്ടതാണ്. 1956 എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് എന്ന പേരിൽ, പ്രത്യേകിച്ചും ഈ ഒരു ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട് ഉണ്ട്, ഫെറ എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഫെറ എന്ന് പറയുന്ന ആക്ടിനെ സംബന്ധിച്ചുള്ള എക്സ്ചേഞ്ച് കൺട്രോൾ ലോസ് വയലേഷൻസിന് അതിനെ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബോഡിയെ ക്രിയേറ്റ് ചെയ്തിരുന്നത്. പിന്നീട് 1957 ഈ ഒരു ബോഡിയുടെ പേര് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് മാറ്റിയത്. ഇന്ന് ED രണ്ട് തരത്തിലുള്ള നിയമങ്ങളാണ് അഡ്രസ്സ് ചെയ്യുന്നത്. ഒന്ന് എക്സ്ചേഞ്ച്
ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട്, അതായത് ഈ ഒരു ഫെറയെ പിൻവലിച്ചിട്ട് അതിനുശേഷം കൊണ്ടതാണ് ഫെമ എന്ന് പറയുന്ന ആക്ട്. ഇന്ന് ആ ഫെമ എന്ന് പറയുന്ന ആക്ടും രണ്ടാമത്തെ നിയമമാണ് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് 2002 എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ട്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് നിയമങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത്, ഈ രണ്ട് നിയമങ്ങളുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മിനിസ്ട്രി ഓഫ് ഫൈനാൻസിന്റെ കീഴിലുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് ഫൈനാൻഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ എന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ സുപ്രീം കോടതി ഇപ്പോൾ റീസെന്റ് ആയിട്ട് ജഡ്ജ്മെന്റിൽ ഈ ഒരു PMLA സംബന്ധിച്ചുള്ള വിഷയങ്ങളിൽ അന്വേഷണം നടത്താനുള്ള അധികാരം ED തന്നെയാണ് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓർത്തു വെക്കേണ്ട കാര്യം, ഈ രണ്ട് നിയമങ്ങളും അന്വേഷിക്കുന്നത് ED ആണെന്ന് കൂടി ഓർത്തു വെക്കുക. അപ്പോൾ എന്താണ് മണി ലോണ്ടറിംഗ് എന്ന് മനസ്സിലായി, എന്താണ് PMLA ആക്ട്, എന്താണ് അതിന്റെ റോൾ എന്ന് മനസ്സിലായി. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് GS3 എന്ന് പറയുന്ന പേപ്പറിൽ സ്റ്റാറ്റിക് ടോപ്പിക്കുകളിൽ നിങ്ങൾ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് പ്രിലിംസിന് ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ മെയിൻസിന് GS3 എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞ സ്ഥിതിക്ക്.